കേവലം ഒരു കഞ്ഞിവെപ്പ് കാണാൻ കേരളത്തിൽ 33 ലക്ഷം ആൾക്കാരുണ്ടെന്നറിഞ്ഞപ്പോഴാണ് കഞ്ഞിയുടെ കൂടെ ഒരു കറി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കുക്കറിലിട്ട് അരി കഴുകി വൃത്തിയാക്കി ചെറുവിരലിന്റെ രണ്ടാമത്തെ വര നോക്കി വെള്ളവും അളന്നു വെച്ച് കുക്കറിന്റെ അടപ്പടച്ച് സമയം നോക്കി 15 മിനിറ്റ് കണക്കാക്കി അരി വേവിക്കുക. ഫ്രിഡ്ജ് തുറന്ന് 2 മുട്ടയും സവാളയും പച്ചമുളകും എടുത്ത് പച്ചമുളക് ചീഞ്ഞതാണെങ്കിൽ നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കും കളഞ്ഞ് ഡ്രോയറിൽ നിന്ന് കട്ടിംഗ് ബോർഡ് എടുത്ത് കഴുകി വൃത്തിയാക്കുക. സവാളയുടെ തൊലിയെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞതിന് ശേഷം സവാളയും കത്തിയും നല്ലപോലെ കഴുകിയെടുത്ത് കട്ടിംഗ് ബോർഡിലിട്ട് അതിൽ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് ആ കഷ്ണം കുരുകുരാന്ന് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുക. റൂമിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതിന്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു ചീഞ്ചട്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ മുട്ട എയറിലിട്ട് മറക്കാൻ അറിയില്ലെങ്കിൽ ഒരു ചട്ടകം എടുത്ത് മുട്ട മറിച്ചിട്ടതിന് ശേഷം നല്ല ചൂടൻ ചോറെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് അതിന്റെ മുകളിലേക്ക് ഈ മുട്ടയും ഇട്ടപ്പോൾ മുട്ടയും